ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള തേങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ തേങ്ങ ഉപയോഗിച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് എന്ന്? തേങ്ങയുടെ കൂടെ നമ്മുടെ ചെമ്മീനും കൂടി ചേർത്ത് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഴുക്കുവരട്ടികളിൽ ഒന്നാണിത്. നമ്മുടെ കരിക്കും ചെമ്മീനും മെഴുക്കുവരട്ടി എല്ലാവരും കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അത് കരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് തേങ്ങ ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തേങ്ങയും ചെമ്മീനും ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടി ഒന്ന് ഉണ്ടാക്കിയിട്ട് ചോറ് കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഉറപ്പായിട്ട് അഭിപ്രായം പറയണം. എന്താണെന്ന് വെച്ചാൽ കരിക്കും ചെമ്മീനും ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടിക്ക് നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കരിക്ക് കിട്ടാൻ ഒരു നിവൃത്തിയില്ല ചേച്ചി, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തേങ്ങയും ചെമ്മീനും ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങക്കൊത്ത് ചെമ്മീൻ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി മുറി കൊത്തിയെടുത്തിട്ട് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വലിയ പീസുകളായി പോയിട്ടുണ്ടെങ്കിൽ. അതിലേക്ക് ഒരു പിടി ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു പിടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു കൈ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഉള്ളി ആണെങ്കിൽ ഒരു 8-10 ഉള്ളി എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി തേങ്ങക്കൊത്തും ചെമ്മീനൊക്കെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ആദ്യം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് തേങ്ങക്കൊത്താണ്. എന്താണെന്ന് വെച്ചാൽ തേങ്ങക്കൊത്തിന് കൂടുതൽ കുക്കിംഗ് ടൈം ഉണ്ട്. നമ്മൾ കരിക്കും ചെമ്മീനും മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ വയ്ക്കാറുള്ളത്. കരിക്കിന് അധികം വേവില്ലാത്തതുകൊണ്ട് തേങ്ങക്കൊത്തിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം തേങ്ങക്കൊത്ത് വേവിക്കാൻ വയ്ക്കുന്നത്. നമുക്കിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റാം തേങ്ങക്കൊത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ചട്ടിയിലേക്ക് തേങ്ങക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം. ഞാനിപ്പോൾ ചെമ്മീനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ പുളി ചേർക്കരുത് കേട്ടോ. പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും. പുളി ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടി വേറെയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങക്കൊത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെമ്മീനും കൂടി ചേർത്ത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് കുക്കായി പകുതി ആകുമ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ചെമ്മീൻ വേവാനുള്ള വെള്ളമുണ്ട്. എങ്കിലും തേങ്ങക്കൊത്ത് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുകയാണ്. ഇനി ചെമ്മീനും കൂടി ചേർന്ന് തേങ്ങക്കൊത്തിൻ്റെ കൂടെ കുക്കായി വരട്ടെ. കുറച്ച് വെള്ളം വേണം ഇതിൽ. ഒരു 1-2 സ്പൂൺ വെള്ളം വേണം ഇതിൽ. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് മെഴുക്കുവരട്ടി ആക്കുമ്പോൾ ആ എരിവൊക്കെ ഇതിലേക്ക് പിടിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ എരിവ് പിടിക്കാൻ സമയമെടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തും ചെമ്മീനും കുക്കായി കഴിഞ്ഞു. ഇത് കണ്ടോ, വെള്ളം കുറച്ചേ ഉള്ളൂ. ഇനി നമുക്കിത് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. നമുക്ക് വേറെ ചട്ടി വയ്ക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഉള്ളി ചതച്ചോ അല്ലെങ്കിൽ നീളത്തിൽ മുറിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ഈ എണ്ണയിലേക്ക് ചേർക്കാം. സവോള ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് 1.5 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടി മാത്രം. ഇനി നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി വന്നോളും.
അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയുടെ ഉപ്പ് നോക്കുക കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെമ്മീനും ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം അധികം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഒരുപാട് വെള്ളമില്ല. നമ്മുടെ മസാലകളെല്ലാം തേങ്ങാക്കൊത്തിലേക്കും ചെമ്മീനിലേക്കും പിടിക്കാനുള്ള വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വറ്റി വരുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട, 1 മിനിറ്റ് മതി. ചെമ്മീൻ കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ പിന്നെ നമുക്കിതിൽ വേറെ ഓപ്ഷൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീനൊന്നും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റില്ല. ഉണക്കച്ചെമ്മീൻ ചേർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും പെർഫെക്റ്റ് ആവില്ല. പച്ചച്ചെമ്മീൻ തന്നെയാണ് ഇതിന് നല്ലത്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളല്ലേ? കണ്ടിട്ട് ഈസി ആയിട്ട് തോന്നിയില്ലേ? അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് ചെമ്മീൻ മെഴുക്കുവരട്ടി ഇതാ റെഡിയായി. ചോറുണ്ണാൻ പാകത്തിലായിട്ടുണ്ട്. ഇനി ചോറെടുക്കുക, ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.